ഹലോ മക്കളെ, അങ്ങനെ നമ്മുടെ സ്കൂളൊക്കെ തുറക്കാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പോൾ ഇനിയിപ്പോൾ എൻ്റെ കുട്ടികൾ 9ാം ക്ലാസ്സിൽ നമ്മുടെ ബയോളജിയിൽ ഏതൊക്കെ ചാപ്റ്റേഴ്സ് ആണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്, അതിനകത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് ഉള്ളത് എന്നുള്ളൊരു ക്യൂരിയോസിറ്റി ഉണ്ടാവില്ലേ? ഓക്കെ, അപ്പോൾ ഇനിയിപ്പോൾ ടെക്സ്റ്റ് ബുക്ക് ഒന്നും കിട്ടാൻ വേണ്ടി കാത്തു നിൽക്കേണ്ട, മിസ് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം ഏതൊക്കെ ചാപ്റ്റേഴ്സ് ആണോ പഠിക്കാനുള്ളത്. ഓക്കെ, സോ നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ എന്ന് പറയുന്നത് ടു ലൈഫ് പ്രോസസ്സസ് അല്ലെങ്കിൽ ജീവൽ പ്രക്രിയകളിലേക്ക് എന്ന് പറയുന്ന ഒരു ചാപ്റ്ററാണ്. അപ്പോൾ ഈ ഒരു ചാപ്റ്റർ ഒരു കുഞ്ഞു ചാപ്റ്ററാണ്. അപ്പോൾ നിങ്ങൾ 9ാം ക്ലാസ് ബയോളജിയിൽ നോക്കുകയാണെങ്കിൽ ഏറ്റവും കുഞ്ഞു ചാപ്റ്റർ ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ചാപ്റ്റർ ആയിരിക്കും. അപ്പോൾ ഇതിനകത്ത് നിങ്ങൾക്ക് പുതിയതായിട്ട് കുറച്ച് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. അതായത് നമ്മുടെ മെറ്റബോളിസം എന്താണ്, അല്ലെ നമ്മുടെ ശരീരത്തിനുള്ളിൽ നടക്കുന്ന കെമിക്കൽ റിയാക്ഷൻസ് ആണ്. അതിനകത്ത് നമ്മുടെ ശരീരം ഉണ്ടാക്കിയിരിക്കുന്നത് കുറേ ബയോ മോളിക്യൂൾസ് കൊണ്ടാണ്. ആ ബയോ മോളിക്യൂൾസുകൾ ഏതൊക്കെയാണ്, ചിലതൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടോ, പ്രോട്ടീൻ, അതുപോലെ തന്നെ കാർബോഹൈഡ്രേറ്റ്. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ പഠിക്കാനുണ്ട്. പിന്നെ മെയിനായിട്ട് ചെടിയുടെ ഒക്കെ പിക്ചർ വെച്ചപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും നമ്മുടെ ഫോട്ടോസിന്തസിസ് അല്ലെങ്കിൽ പ്രകാശ സംശ്ലേഷണം. ഇതെങ്ങനെയാണ് ചെടികളിൽ നടക്കുന്നത്, എവിടെയാണ് നടക്കുന്നത്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ഈ ചാപ്റ്ററിൽ പറയാനുള്ളത്. ഒരു കുഞ്ഞു ചാപ്റ്ററാണ്. ഓക്കെ, ഇതൊരു കുഞ്ഞു ചാപ്റ്ററാണെന്ന് മിസ് പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ഇനിയുള്ള ഓരോ ചാപ്റ്ററിലും ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് മാറുന്നതിന് മുൻപ് 2 സെപ്പറേറ്റ് ചാപ്റ്റേഴ്സായി പഠിച്ചിരുന്നത് ഇപ്പോൾ ഒരു ചാപ്റ്ററിലേക്ക് ആക്കിയിരിക്കുകയാണ്. ഫോർ എക്സാമ്പിൾ, നമ്മുടെ സെക്കൻഡ് ചാപ്റ്റർ നോക്കിക്കഴിഞ്ഞാൽ ഡൈജഷൻ ആൻഡ് ട്രാൻസ്പോർട്ടേഷൻ ഓഫ് ന്യൂട്രിയൻസ്. ഓക്കെ, ദഹനവും പോഷക സംവഹനവും. ടെക്സ്റ്റ് ബുക്ക് മാറുന്നതിന് മുമ്പ് ഡൈജഷൻ ഒരു സെപ്പറേറ്റ് ചാപ്റ്ററും ട്രാൻസ്പോർട്ട് ഓഫ് ന്യൂട്രിയൻസ് ഒരു സെപ്പറേറ്റ് ചാപ്റ്ററും ആയിരുന്നു. ഇപ്പോൾ അത് രണ്ടും കൂടെ ഒന്നിലേക്ക് ആക്കിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും കണ്ടന്റ് എത്രയാണെന്നുള്ളത് എൻ്റെ മക്കൾക്ക് ഊഹിക്കാമല്ലോ. ഓക്കെ, അപ്പോൾ ഡൈജഷൻ അല്ലെങ്കിൽ ദഹനത്തിൽ ഈ പറഞ്ഞതുപോലെ നമ്മൾ എങ്ങനെയാണ് ഭക്ഷണം കഴിക്കുന്നത്, ഭക്ഷണത്തിന് നമ്മുടെ വായിൽ എത്തിയാൽ എന്ത് സംഭവിക്കും, പിന്നെ നമ്മുടെ ഈസോഫാഗസ് അല്ലെങ്കിൽ അന്നനാളത്തിൽ എത്തിയാൽ എന്ത് സംഭവിക്കും, അതെങ്ങനെയാണ് സിമ്പിൾ മോളിക്യൂൾസ് ആക്കി മാറ്റുന്നത്, എൻസൈംസ് അതിനെങ്ങനെയാണ് സഹായിക്കുന്നത്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ്. പിന്നെ നമ്മുടെ ട്രാൻസ്പോർട്ട് ഓഫ് ന്യൂട്രിയൻസ് എന്ന് പറയുമ്പോൾ സിമ്പിൾ ന്യൂട്രിയൻസ് ബ്ലഡിൽ എത്തിക്കഴിഞ്ഞാൽ നമ്മുടെ ബ്ലഡ് അതെങ്ങനെയാണ് സെൽസിലേക്ക് എത്തിക്കുന്നത്. അപ്പോൾ അതിന് നമ്മുടെ ഹാർട്ട്, ബ്ലഡ് വെസൽസ്, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെയാണ് ട്രാൻസ്പോർട്ട് ഓഫ് ന്യൂട്രിയൻസ് അല്ലെങ്കിൽ നമ്മുടെ പോഷക സംവഹനം എന്ന് പറയുന്ന ടോപ്പിക്കിൽ വരുന്നത്. അപ്പോൾ ഇതിൽ നമ്മുടെ മനുഷ്യന്മാരുടെ കാര്യം മാത്രമല്ല, മറ്റുള്ള ജീവികളിൽ എങ്ങനെയാണ്, പ്ലാന്റ്സിൽ എങ്ങനെയാണെന്നൊക്കെ കുഞ്ഞു കുഞ്ഞായിട്ട് പറഞ്ഞു വെക്കുന്നുണ്ട്. ഓക്കെ, അങ്ങനത്തെ ഒരു രസമുള്ള ചാപ്റ്ററാണ്, കുറച്ചൊരു വലിയ ചാപ്റ്ററാണ്. ഇനി അടുത്ത് നമ്മുടെ 3ാമത്തെ ചാപ്റ്ററാണ് റെസ്പിറേഷൻ ആൻഡ് എക്സ്ക്രീഷൻ. പക്ഷേ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ടെക്സ്റ്റ് ബുക്ക് മാറുന്നതിന് മുൻപ് റെസ്പിറേഷൻ ഒരു സെപ്പറേറ്റ് ചാപ്റ്ററും എക്സ്ക്രീഷൻ ഒരു സെപ്പറേറ്റ് ചാപ്റ്ററും ആയിരുന്നു. ഇപ്പോൾ അത് രണ്ടും കൂടെ ഒന്നിലേക്ക് ആക്കിയിട്ടുണ്ട്. റെസ്പിറേഷൻ എന്ന് പറയുമ്പോൾ ശ്വസനം, നമ്മൾ എങ്ങനെയാണ് ബ്രീത്ത് ചെയ്യുന്നത്, ബ്രീത്ത് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടാവുന്ന ഈ ഓക്സിജന് പിന്നീട് എന്താണ് സംഭവിക്കുന്നത്, ഈ ഓക്സിജൻ ആക്ച്വലി എന്തിനു വേണ്ടിയിട്ടാണ്, ഓക്കെ, ആ കാര്യങ്ങളൊക്കെ. പിന്നെ നമ്മുടെ ശരീരത്തിൽ കുറേ വേസ്റ്റ് പ്രൊഡക്ട്സ് ഒക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ ആ വേസ്റ്റ് പ്രൊഡക്ട്സിനെ എങ്ങനെയാണ് നമ്മുടെ ബോഡിയിൽ നിന്ന് റിമൂവ് ചെയ്യുന്നത് എന്ന് പറയുന്നതാണ് നമ്മുടെ എക്സ്ക്രീഷൻ. അപ്പോൾ നമ്മുടെ ലങ്സിനെ കുറിച്ചും നമ്മുടെ കിഡ്നീനെ കുറിച്ചൊക്കെ നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാനുണ്ട്. ഇനി നമ്മുടേതാ 4ാമത്തെ ചാപ്റ്ററാണ് ബിഹൈൻഡ് മൂവ്മെൻറ്റ്സ്, അല്ലേ, ചലനങ്ങൾക്ക് പിന്നിൽ എന്ന് പറയുന്നൊരു ചാപ്റ്റർ. ഇവിടെ നമ്മുടെ ബോൺസ് എങ്ങനെ ഡിസ്ക് കളിക്കുന്നത് പോലെ നമുക്ക് മൂവ്മെൻറ്റ് എങ്ങനെയാണ് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ വിവിധ തരത്തിലുള്ള അസ്ഥികൾ, ബോൺസ് ഏതൊക്കെയാണ്, അപ്പോൾ അസ്ഥികൾ മാത്രമല്ല മസിൽസും നമ്മളെ മൂവ്മെൻറ്റിന് സഹായിക്കുന്നുണ്ട്. അപ്പോൾ പേശികൾ ഏതൊക്കെയാണ്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഈ ചാപ്റ്ററിൽ പഠിക്കുന്നത്. ഇതുപോലെ തന്നെ നമ്മുടെ മൂവ്മെൻറ്റ്സ് മാത്രമല്ല പ്ലാന്റ്സിൻ്റെ മൂവ്മെൻറ്റ്സും നമുക്ക് പഠിക്കാനുണ്ട്. പിന്നെ നമ്മുടേതാ എല്ലാവരുടെയും ഒരു ഇൻട്രസ്റ്റിംഗ് ആൻഡ് ഫേവറേറ്റ് ആയിട്ടുള്ളൊരു ചാപ്റ്ററാണ് റീപ്രൊഡക്റ്റീവ് ഹെൽത്ത്. അപ്പോൾ ഈ റീപ്രൊഡക്റ്റീവ് ഹെൽത്ത് എന്ന് പറയുന്ന ഈ ഒരു ചാപ്റ്ററിൽ വളരെ ഡീറ്റെയിൽ ആയിട്ട് മെയിൽ ആൻഡ് ഫീമെയിൽ സെക്സ് ഓർഗൻസ്, എങ്ങനെയാണ് കുഞ്ഞുവാവ ഉണ്ടാവുന്നത്, എങ്ങനെയാണ് പ്രസവം നടക്കുന്നത്, ഗർഭകാലഘട്ടം, അങ്ങനത്തെ കുറേ കാര്യങ്ങൾ. പിന്നെ പുതിയതായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള നമ്മുടെ കോൺട്രാസെപ്റ്റീവ് മെത്തേഡ്സ്, ഗർഭധാരണം ഒഴിവാക്കാനുള്ള കാര്യങ്ങൾ, അങ്ങനത്തെ കുറേ നിങ്ങൾ ഈ ഒരു പ്രായത്തിൽ തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കേണ്ട കുറേ ടോപ്പിക്സ് ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ഒരു വലിയ ചാപ്റ്ററാണ് റീപ്രൊഡക്റ്റീവ് ഹെൽത്ത്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ഓണം എക്സാമിന് 1ാമത്തെയും 2ാമത്തെയും ചാപ്റ്ററാണ് ഉള്ളതെങ്കിൽ ക്രിസ്മസ് എക്സാമിന് ഈ ചാപ്റ്ററിൻ്റെ ഒരു കുഞ്ഞു പോർഷൻ വരെയുണ്ട്. ഓക്കെ, ഇനി ലാസ്റ്റ് ചാപ്റ്ററാണ് ക്ലാസിഫിക്കേഷൻ. ഇത് ആക്ച്വലി മിസ് എപ്പോഴും പറയാറുണ്ട്, 9ാം ക്ലാസ് എന്തുകൊണ്ടാണ് ഇമ്പോർട്ടൻ്റ് ആവുന്നതെന്ന് വെച്ചാൽ 9ാം ക്ലാസ് +1ൻ്റെ കണ്ടിന്യൂഷനാണ്. അപ്പോൾ നിങ്ങൾക്ക് +1 പഠിക്കാനുള്ള ഒരു വലിയ ചാപ്റ്റർ, +1 തന്നെ ഏറ്റവും വലിയ ചാപ്റ്ററാണ് അനിമൽ കിങ്ഡം. ആ ചാപ്റ്ററിൻ്റെ ബേസിക്സ് ആണ് നിങ്ങളിവിടെ പഠിക്കുന്നത്. നമ്മളുടെ കിങ്ഡംസ് ആയിട്ട് നമ്മുടെ അനിമൽ കിങ്ഡത്തിനെ നമ്മൾ ക്ലാസിഫൈ ചെയ്തിട്ട്, അല്ലെ, അനിമൽ കിങ്ഡത്തിനെ കുറേ കുഞ്ഞു കുഞ്ഞു ഫൈലംസ് ആക്കി ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ 8ാം ക്ലാസ് പഠിച്ചിട്ടുണ്ടാവും ക്ലാസിഫിക്കേഷൻ എന്ന് പറഞ്ഞൊരു ചാപ്റ്റർ. അപ്പോൾ അതിൽ നമ്മൾ കിങ്ഡം, ഫൈലം, ക്ലാസ്, ഓർഡർ, ഫാമിലി, ജീനസ് എന്നൊക്കെ പറഞ്ഞ് പഠിച്ചില്ലേ. അപ്പോൾ അതിൽ ആ ഡീറ്റെയിൽസ് ഒക്കെയാണ് നമുക്കിവിടെ വരുന്നത്. ഓക്കെ, ഈ ചാപ്റ്റേഴ്സിൻ്റെ എല്ലാം കണ്ടിന്യൂഷൻ +1 ഇതിൻ്റെ കണ്ടിന്യൂഷനാണ് അനിമൽ കിങ്ഡം. റീപ്രൊഡക്റ്റീവ് ഹെൽത്തിൻ്റെ നമുക്ക്
+2 ആ ചാപ്റ്റർ വരുന്നത്. ബിഹൈൻഡ് മൂവ്മെന്റ്സ് നമുക്ക് ലോക്കോമോഷൻ എന്ന് പറഞ്ഞ ചാപ്റ്റർ, റെസ്പിറേഷൻ്റെ ഒരു കണ്ടിന്യൂഷൻ ആണ് ബ്രീതിങ് എന്ന് പറഞ്ഞ ചാപ്റ്റർ, എക്സ്ക്രീഷനും സെയിം ഡിഫറെൻ്റ് ഒരു ചാപ്റ്റർ ആയിട്ട് തന്നെ ഉണ്ട്. ഡൈജഷൻ ഒരു ചാപ്റ്റർ +1 ഉണ്ടായിരുന്നു, അത് ഡിലീറ്റ് ചെയ്തു. പിന്നെ ഹാർട്ടിൻ്റെ ചാപ്റ്റർ ഉണ്ട്, ഫോട്ടോസിന്തസിസ് ഉണ്ട്. അപ്പോൾ ഇതെല്ലാം തന്നെ നിങ്ങൾ +1 ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. അപ്പോൾ അതിൻ്റെ ബേസിക്സ് നമുക്ക് സെറ്റ് ചെയ്യേണ്ടത് ഇവിടെയാണ്. അപ്പോൾ അങ്ങനെ എൻ്റെ കുട്ടികൾക്ക് ബേസിക്സ് സെറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് നമ്മുടെ എക്സാമിനറിൻ്റെ ആൽഫ ബാച്ചിൽ അഡ്മിഷൻ എടുക്കാം. ഓക്കെ, നമ്മുടെ ആൽഫ ബാച്ചിൽ നിങ്ങൾക്ക് കംപ്ലീറ്റ് ചാപ്റ്റേഴ്സിൻ്റെ ഓരോ സബ്ജക്റ്റിൻ്റെയും ടോപ്പിക് വൈസ് ആയിട്ടുള്ള ലേണിംഗ് വീഡിയോസ് ഉണ്ടാകും. അപ്പോൾ ഓരോ ടോപ്പിക്, ഇപ്പോൾ വലിയ ചാപ്റ്റർ ആണെങ്കിലും കുഞ്ഞു ചാപ്റ്റർ ആണെങ്കിലും അതിനെ സിമ്പിൾ ടോപ്പിക്സ് ആക്കി ഡിവൈഡ് ചെയ്തിട്ട് കുറേ വീഡിയോസിൻ്റെയും കോഡിൻ്റെയും ഒക്കെ ഹെൽപ്പോട് കൂടിയിട്ട് നമ്മൾ പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ബയോളജിയിലെ കംപ്ലീറ്റ് ചാപ്റ്റേഴ്സ് എടുക്കുന്നത് മിസ്സായിരിക്കും. ഓക്കെ, അപ്പോൾ എൻ്റെ കുട്ടിക്ക് നല്ല സിമ്പിളാക്കി കോൺസെപ്റ്റ് മിസ് ക്ലിയർ ആക്കി തരുന്നുണ്ടാവും. അതുപോലെ ഫിസിക്സ് എടുക്കാൻ നമ്മുടെ അലക്സ് സാറും, മാത്സ് എടുക്കാൻ അലൻ സാറും, കെമിസ്ട്രി എടുക്കാൻ ജസീൽ സാറും ഒക്കെ നിങ്ങളെ കൂടെ ഉണ്ടാവും. ഓക്കെ, അത് കൂടാതെ നിങ്ങൾക്ക് ലെറ്റസ് എസ്എസിൻ്റെ വീഡിയോ സൊല്യൂഷൻ, നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൻ്റെ പിന്നിൽ കുറേ ക്വസ്റ്റ്യൻസ് ഇല്ലേ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് ലെറ്റസ് എസ്എസിൻ്റെ വീഡിയോ സൊല്യൂഷൻ ഉണ്ട്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിൻ്റെ, ഇപ്പോൾ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്ക് മാറിയിട്ട് 2 വർഷമായി. അപ്പോൾ ആ 2 വർഷത്തെയും ഓണം എക്സാം, ക്രിസ്മസ് എക്സാം, അതുപോലെ പബ്ലിക് എക്സാമിൻ്റെ ചോദ്യപേപ്പറും അതിൻ്റെ വീഡിയോ സൊല്യൂഷൻ ഉണ്ട്. അത് കൂടാതെ എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് ആയിട്ട് ചാപ്റ്റർ വൈസ് വർക്ക്ഷീറ്റ് ഉണ്ട്, പിന്നെ ചാപ്റ്റർ വൈസ് എക്സാം ഉണ്ട്. ഈ കാര്യങ്ങളെല്ലാം തന്നെ നിങ്ങൾക്ക് നമ്മുടെ ബേസിക് ബാച്ചിലും കിട്ടും, പ്ലസ് ബാച്ചിലും കിട്ടും. പക്ഷേ നമ്മുടെ ഈ കംപ്ലീറ്റ് ബുക്ക് സെറ്റ് പ്ലസ് 9ാം ക്ലാസ്സിൻ്റെ റിവിഷൻ ബാച്ച് കൂടെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും നമ്മുടെ പ്ലസ് ബാച്ചിൽ തന്നെ അഡ്മിഷൻ എടുക്കണം. ഇവിടെ ആകെ നിങ്ങൾക്ക് ഫീലുള്ള വ്യത്യാസം നോക്കിയാൽ മനസ്സിലാവും, ജസ്റ്റ് ഒരു 500 റുപ്പീസിൻ്റെ വ്യത്യാസമേ ഉള്ളൂ. പക്ഷേ ആ 500 റുപ്പീസ് കൊടുത്ത് നിങ്ങൾ നമ്മുടെ പ്ലസ് ബാച്ചിലാണ് അഡ്മിഷൻ എടുക്കണമെന്നുണ്ടെങ്കിൽ 1500 രൂപ വർത്തായിട്ടുള്ള ഫുൾ ബുക്ക് സെറ്റ് കിട്ടും. പ്ലസ് നമ്മുടെ 9ാം ക്ലാസ്സിൻ്റെ റിവിഷൻ ബാച്ച് 2000 രൂപയാണ്, അതും നിങ്ങൾക്ക് എന്താണ് ഫ്രീ ആയി കിട്ടും. ഓക്കെ, ആൻഡ് ഈ ഒരു ഫീ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കംപ്ലീറ്റ് ഒരു വർഷത്തേക്കുള്ള ഫീസാണ് കേട്ടോ. ഒരു മാസത്തേക്കും ഒരു സബ്ജക്റ്റും ഒന്നുമല്ല, കംപ്ലീറ്റ് ഒരു വർഷത്തേക്കുള്ള ഫീ ആണ്. അപ്പോൾ എൻ്റെ കുട്ടികൾക്ക് നമ്മുടെ ബാച്ചിലേക്ക് അഡ്മിഷൻ എടുക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അടിപൊളിയായിട്ട് തന്നെ പഠിക്കുക. ഞങ്ങളെല്ലാവരും നിങ്ങളുടെ കൂടെ തന്നെയുണ്ട്. ഓക്കെ, അപ്പം എൻ്റെ മക്കൾക്ക് എല്ലാവർക്കും ഓൾ ദി വെരി ബെസ്റ്റ്.